ഈ അവധിക്കാലത്ത് കുറച്ച് നല്ല സിനിമകൾ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ? എന്നാൽ വാച്ച് ദീസ് മൂവീസ്. ദ ടെർമിനൽ 2004 പുറത്തിറങ്ങിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണിത്. വിക്ടർ നവോർസ്കി ഒരു ഈസ്റ്റേൺ യൂറോപ്യനാണ്. യാത്രയുടെ ഭാഗമായി അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലെ ജോൺ എഫ് കെനഡി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി. അതേസമയം തൻ്റെ കൺട്രിയിൽ ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഡിക്ലെയർ ചെയ്ത കാര്യം വിക്ടർ അറിയുന്നു. US ഗവൺമെൻറ് തൻ്റെ രാജ്യത്തിലെ പുതിയ സർക്കാരിനെ അംഗീകരിക്കാത്തതുകൊണ്ട് വിക്ടറിൻ്റെ US-ലേക്കുള്ള എൻട്രി അവർ റെസ്ട്രിക്റ്റ് ചെയ്തു. അതേസമയം തൻ്റെ സ്വന്തം രാജ്യത്തിലേക്കുള്ള എൻട്രി പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം വിക്ടറിൻ്റെ നിലവിലുള്ള പാസ്പോർട്ട് പുതിയ മിലിറ്ററി കൂപ്പിൻ്റെ നിയമപ്രകാരം ഇൻവാലിഡ് ആണ്. എങ്ങോട്ടും പോവാൻ സാധിക്കാത്തതുകൊണ്ട് വിക്ടർ 18 വർഷം ആ എയർപോർട്ട് ടെർമിനലിൽ ജീവിച്ചു. മെഹ്റാൻ കരീം നസീറിയുടെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം നിർമ്മിച്ചത്. 2 രാജ്യങ്ങളിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തതുകൊണ്ട് പാരീസ് എയർപോർട്ടിലെ ഇന്റർനാഷണൽ ടെർമിനൽ 1-ലെ ട്രാൻസിറ്റ് ഏരിയയിൽ നസീറി 18 വർഷം ജീവിച്ചു. ഓഡിയൻസിന് ഒരു ഹോൾസം മൊമെന്റ് തരാൻ ഈ ചിത്രത്തിന് നന്നായി സാധിച്ചിട്ടുണ്ട്. ഹോപ്പ് ആൻഡ് എൻകറേജ്മെന്റ് എന്നീ 2 കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ചിരിപ്പിക്കാൻ സാധിക്കുന്ന ഒരുപാട് കോമഡി സീനുകൾ ഈ ചിത്രത്തിലുണ്ട്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും കാണാവുന്നതാണ്. ദ പ്ലാറ്റ്ഫോം 2019 പുറത്തിറങ്ങിയ ഒരു സ്പാനിഷ് സോഷ്യൽ സയൻസ് ഫിക്ഷൻ ഹൊറർ ഫിലിമാണിത്. ദ പിറ്റ് എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ടവർ സ്റ്റൈൽ ഹോൾഡിംഗ് ഫെസിലിറ്റീനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. ഈ ഒരു പിറ്റിൽ എൻഡ്ലെസ് ഫ്ലോറുകളാണ് ഉള്ളത്. പിറ്റിൻ്റെ നടുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഒരുപാട് ഫുഡ് ഫില്ല് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴ്ത്തിയിട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാ ഫ്ലോറിലും വെറും 2 മിനിറ്റാണ് ആ പ്ലാറ്റ്ഫോം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓരോ നിലയിൽ നിന്ന് താഴ്ത്തോട്ട് പോകുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞു വരും. ഏറ്റവും അവസാനത്തെ നില എത്തുമ്പോൾ എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു കാണും. എല്ലാ മാസവും ആ പിറ്റിൽ താമസിക്കുന്ന ഇൻമേറ്റ്സിൻ്റെ ഫ്ലോറുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ മൂവി സൊസൈറ്റിയുടെ കറണ്ട് സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഗ്രീഡ്, അറഗൻസ്, അബ്സല്യൂട്ട് ഇഗ്നോറൻസ്, ഇൻസെൻസിറ്റിവിറ്റി ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് മനുഷ്യരെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നും ഈ ചിത്രം വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതിനുപരി സൊസൈറ്റിയിലെ കറണ്ട് ക്യാപിറ്റലിസ്റ്റ് ഹൈറാർക്കിയുടെ ഒരു മിനിയേച്ചർ ഫോമാണ് ദ പെറ്റ്. ഒരുപാട് ഗ്രൂസം സീനുകൾ ഈ ചിത്രത്തിലുണ്ട്. ലൈക്ക് മർഡർ, കാനബലിസം, സെക്ഷൽ വയലൻസ് ആൻഡ് എക്സെട്ര. അതുകൊണ്ട് തന്നെ ഇതൊരു A-rated മൂവിയാണ്. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. സ്മൈൽ ലോറ ഹാസൻഡ് സ്ലെപ്റ്റ് എന്നൊരു ഷോർട്ട് ഫിലിമിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഡോക്ടർ റോസ് ഒരു സൈക്കാട്രിക് വാർഡിലെ തെറാപ്പിസ്റ്റ് ആണ്. ലോറ എന്നൊരു പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യുകയാണ് റോസ്. തൻ്റെ പ്രൊഫസറിൻ്റെ സൂയിസൈഡ് വിറ്റ്നസ് ചെയ്തതുകൊണ്ട് ലോറ മെൻ്റലി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. റോസുമായി സംസാരിക്കുന്നതിനിടയിൽ ലോറ ഉച്ചത്തിൽ നിലവിളിക്കുകയും ഒരു ക്രീപ്പി രീതിയിൽ റോസിനെ നോക്കി ചിരിച്ച് സ്വന്തം കഴുത്ത് സ്ലിറ്റ് ചെയ്ത് മരിച്ചു പോകുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം റോസിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൂപ്പർ നാച്ചുറൽ ഈവൻറ്റ്സ് ഹൊക്കറിയാൻ തുടങ്ങുന്നു. ഒരു ഡിഫറെൻറ്റ് ഹൊറർ ഫിലിമാണ് സ്മൈൽ. ഈ മൂവി വളരെയധികം ക്രീപ്പിയാണ്. കാരണം ഈ ചിത്രത്തിൽ ആളുകൾ മരിക്കുമ്പോൾ ഒരു ക്രീപ്പി രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് അവർ സ്വന്തം ജീവൻ എടുക്കുന്നത്. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്. നൈറ്റ്മെയർ ആലി 2021 പുറത്തിറങ്ങിയ ഒരു നിയോ നോയർ സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിമാണിത്. സ്റ്റാൻ ഒരു ട്രാവലിംഗ് കാർണിവലിന്റെ ഗിഗ് ഷോ കാണാൻ ഇടയായി. ഷോ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ കാർണിവലിന്റെ ഓണറുമായി സംസാരിക്കുന്ന സ്റ്റാനിന് അവിടെ ഒരു ജോലി ലഭിക്കുന്നു. ഗിഗ് ഷോയിലെ മാഡം സീനയുടെ കയ്യിൽ നിന്ന് സ്റ്റാനിന് ഒരുപാട് സൈക്കിക് ട്രിക്സുകൾ പഠിക്കാൻ സാധിച്ചു. ആ സൈക്കിക് ട്രിക്സ് ഒരു അഡ്വാൻറ്റേജായി എടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സ്റ്റാൻ തുടങ്ങി. ഈ ഒരു യാത്രയിൽ സ്റ്റാൻ നിരവധി ആളുകളെ ചതിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. സിനിമ അവസാനിക്കുന്നത് സ്റ്റാനിൻ്റെ ദയനീയമായ അവസ്ഥ കാണിച്ചുകൊണ്ടാണ്. കർമ്മ വിൽ ഡെഫിനറ്റ്ലി ഹിറ്റ് യു ബാക്ക് എന്നൊരു പവർഫുൾ മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഈ മൂവി Disney+ ഹോട്ട്സ്റ്റാറിൽ കാണാവുന്നതാണ്.